ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്നുള്ളത്. അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഇത്ത വർക്ക് ചെയ്യണത്, എന്താണ് വർക്ക് ചെയ്യണത്, അവിടെ എന്തൊക്കെയാണ് ജോലി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കമന്റ് ബോക്സിൽ അങ്ങനെ കുറെ ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് പിന്നെ. അപ്പോൾ ഞാൻ എന്താണ് എന്റെ ജോലി, എവിടെയാണ് ജോലി, എന്തൊക്കെയാണ് അവിടെ എന്റെ ജോലികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യണ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ എന്റെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് എന്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനിവിടെ അടുത്തൊരു ജ്വല്ലറിയിലാണ് അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇപ്പൊ ആ ജോലി കിട്ടിയത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാന് കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നും കുറെ ജോലിക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പിന്നെ കുട്ടികളായി ചെറിയ കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് അവരെ വിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് കുറെ ഒന്നും ജോലിക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ. ഏകദേശം ഒരു 8:30ക്കൊക്കെ അവര് സ്കൂളിൽ പോകും. രണ്ടുപേരും 8:30ക്ക് സ്കൂളിൽ പോകും. പിന്നെ ഒരു 10-11:30 ആകുമ്പോഴേക്കും വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ കുറെ അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ നമ്മള് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോണ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ബോറിങ്ങും ഇല്ല. പിന്നെ ഇക്കാക്കും നല്ലൊരു ഹെൽപ്പാണല്ലോ നമ്മൾ കൂടി ജോലി ചെയ്യുമ്പോൾ അവർക്കും ഒരു ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ആണല്ലോ എന്നുള്ള നിലയ്ക്ക് ജോലിക്ക് പോകാന്നുള്ളത് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായി കഴിഞ്ഞപ്പോൾ കുറച്ചായി കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ട്. ഇക്ക അറിഞ്ഞിട്ടും അറിയാണ്ടും ഒക്കെ കുറെ ജോബ് വേക്കൻസികളൊക്കെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറെ അതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇക്കാന്റെ അടുത്തും പറയും ഇങ്ങനെ എന്തിനെങ്കിലും പോകണമെന്നുണ്ട്, എന്തെങ്കിലും വർക്ക് എനിക്ക് ചെയ്യണമെന്നുണ്ട്, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ, വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ആയി കളയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയും എന്തെങ്കിലും അടുത്ത് നമുക്ക് പറ്റണ എന്തെങ്കിലും ഒരു ജോലി ജോലിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ മുഷിഞ്ഞ് ബോറടിക്കാൻ തുടങ്ങി, എനിക്ക് എന്തെങ്കിലുമൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ട് നമുക്ക് എപ്പോഴും ഇക്കാന്റെ അടുത്ത് പറയും. അപ്പൊ അങ്ങനെ കുറെ അങ്ങനെ പറഞ്ഞ ആയപ്പോ ഒരു ദിവസം ഇക്ക വന്നിട്ട് പറഞ്ഞു അങ്ങനെ കോങ്ങാട് ഒരു ബിൽഡിംഗ്, പുതിയൊരു ബിൽഡിംഗ് വരുന്നതാണ്. അപ്പൊ അവിടെ ഒരു പരസ്യം കണ്ടു ഞാന്, സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ അത് എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, നീ കുറെ ആയില്ലേ പറയണു, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്താ പറഞ്ഞ കോങ്ങാട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഈ പറയുന്ന സ്ഥലത്ത് പറഞ്ഞാല് ഏകദേശം ഒരു 10 മിനിറ്റ്, ഇവിടുന്ന് വണ്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി, 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത്രയും അടുത്ത് കിട്ടിയാൽ കൊള്ളാന്നൊക്കെ തോന്നി. പക്ഷെ എന്താണ് ജോലിന്നോ ലേഡീസിനാണോ ജെന്റ്സ് ആണോ ഒന്നും നമുക്കറിയില്ല, അതിനെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും അന്വേഷിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു ഇക്കാര്യത്തിൽ. ഞാൻ പറഞ്ഞു നമുക്ക് പറ്റുന്നതാണെങ്കിൽ നോക്കാം, ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ശരി ഞാൻ അന്വേഷിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഇവിടെ അടുത്തൊരു താത്ത ഉണ്ട്. താത്ത ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാം താത്ത എനിക്ക് പറയും എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ആ താത്താക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആ താത്ത രാവിലെ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ് ഒരു ജോബ് വേക്കൻസി ഉണ്ട് കോങ്ങാടാണെന്ന് കണ്ടിട്ട് എന്നെ വിളിച്ചു. കോങ്ങാട് ഒരു ജ്വല്ലറി ആണ് വരുന്നത്, അപ്പൊ അതിൽ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂ, സെയിൽസ് ഗേൾ അതുപോലെ റിസപ്ഷനിസ്റ്റ് അങ്ങനെയുള്ള അതിനൊക്കെ വേക്കൻസി ഉണ്ട്, ലേഡി സ്റ്റാഫിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേക്കൻസി ഉണ്ട്, നിങ്ങൾ ശ്രമിച്ച് നോക്ക്, നീ കുറെ ആയില്ലേ പറയണോന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും അപ്പൊ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു അടുത്തല്ലേ കിട്ടി, നമ്മൾ ശ്രമിച്ചു നോക്കാം, നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശ്രമിച്ചു നോക്കാന്നുള്ളത് തോന്നി. അപ്പൊ എന്നിട്ട് ഇക്ക വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു താത്തനെ വിളിച്ചു പറഞ്ഞു ന്യൂസ് പേപ്പറിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. പേപ്പറിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതന്നെയാണ് ഞാൻ അന്ന് കണ്ടിട്ട് ഒരു പരസ്യം കണ്ടു എന്ന് പറഞ്ഞത്, അപ്പൊ തന്നെയാണ് അത് എന്ന് പറഞ്ഞിട്ട് ഇക്കയും പറഞ്ഞു. അപ്പൊ എന്നിട്ട് അതിന്റെ ഇന്റർവ്യൂ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ഇന്റർവ്യൂവിന് പോകണതൊന്നും അങ്ങനെ പോണ കാര്യം നമ്മുടെ എന്റെ വീട്ടിലും അതുപോലെ ഇക്കാന്റെ വീട്ടിലൊന്നും ആർക്കും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താന്ന് പറഞ്ഞാല് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ എന്തിനാ പറയുന്നത്, സെലക്ട് ആവുകയാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇക്ക വർക്കിന് പോണ ദിവസം എന്നെ അവിടെ ഇന്റർവ്യൂ നടക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടാക്കി. ഇക്ക അങ്ങനെ വർക്കിനും പോയി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അവിടെ ഒരു 100-150 ആൾക്കാരൊക്കെ അന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആൻസർ ചെയ്ത് തിരിച്ചു വന്നു. കിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അവര് പറഞ്ഞു എന്തായാലും പറയാം, അറിയിക്കാം, മൊബൈൽ നമ്പറൊക്കെ എന്തായാലും നമ്മൾ ബയോഡേറ്റിൽ കൊടുക്കുമല്ലോ, അപ്പൊ എന്തായാലും നമ്മൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ വന്നു, തിരിച്ചു വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. മൊബൈലൊക്കെ ഇട്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും അറിയാത്ത നമ്പറിനൊക്കെ കോൾ വരുന്ന സമയത്ത് അവരായിരിക്കും വിളിക്കുന്നുണ്ടാവുക എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നോക്കിയാലും മൊബൈൽ കോൾ വന്നോ
അറിയാത്ത നമ്പറിനൊക്കെ കോൾ വരുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതും അവിടുന്ന് ഒരു കോള് വന്നു കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് ആലത്തൂരാണ്. അപ്പോൾ ആലത്തൂർ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഇന്റർവ്യൂ ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യണം പറഞ്ഞിട്ട് ഒരു കോള് വന്നു. അപ്പൊ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വേറെ എന്തോ ഒരു മരപ്പിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു, ഞാനും എന്റെ മുത്തശ്ശിയും കൂടിയിട്ട്. അപ്പോൾ ബസ്സിലിരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത് കേട്ടോ. അപ്പൊ ആ ശരി എന്നാ പറഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ആ വിളിച്ചതിന് പിറ്റേ ദിവസമാണ് സെക്കൻഡ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ സിവിയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ചെറിയൊരു കിട്ടുന്നൊരു ഉറപ്പായി. അപ്പൊ ഞാൻ എന്നിട്ട് മുത്തശ്ശി കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവളൊരു മരപ്പിന് പോയിട്ട് വരികയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഒരു സെക്കൻഡ് ഇന്റർവ്യൂ ഉണ്ട്, അത്ര അതിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നിട്ട് എന്താ ഇക്കാലത്ത് പറഞ്ഞ ഒരു സെക്കൻഡ് ഇന്റർവ്യൂക്ക് അവർ വിളിച്ചിട്ടുണ്ട്, ആലത്തൂരാണ് അതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഇത്രേ, അപ്പൊ അവിടെ പോകാൻ വേണ്ടിട്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാനും കൂടിയിട്ട് ഒരു മുത്തശ്ശന്റെ മോനും കൂടിയിട്ട് അങ്ങനെ പോയി. ഷോപ്പിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ഞാൻ സെലക്ട് ആയത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഈ ആലത്തൂര് ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞില്ലേ, അവിടെ വെച്ചിട്ട് ജോലിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്യേണ്ടി വരും, ഏകദേശം ഒരു മാസത്തോളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ വിളിച്ചു. നാളെ മുതൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തന്നു. അപ്പൊ ഇത്രയും ദൂരം ഞാൻ അങ്ങനെ തനിച്ചു പോവുകയും അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പോകുന്നുള്ളത്, പിന്നെ എന്തായാലും നമുക്കൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കില്ലേ, എന്തും ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഇക്കാലത്ത് ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചു പോവാ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെയല്ലേ ശീലാവുക, ഞാൻ ബസ്സിന് പോയിട്ട് വരാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് പേടിയുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഒരു കാര്യത്തിനും അങ്ങനെ പുറത്തേക്ക് വിടുക, അങ്ങനെ പുറത്തേക്ക് വിടുക പറഞ്ഞാൽ അടുത്തൊക്കെ പോയി വരിക എന്നല്ലാതെ ഇങ്ങനെ കുറച്ച് ദൂരമുണ്ട്. ആലത്തൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. രണ്ട് ബസ്സൊക്കെ കയറിയിട്ട് വേണം പോകാൻ. അങ്ങനെ തനിച്ച് വിടാൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ആള് ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ അവിടെ അവരുടെ അടുത്ത് ഷോപ്പിലേക്ക് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മുടെ ഇവിടുന്ന് ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു നമ്പർ എനിക്ക് തരണം, ലേഡീസ് ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പർ കൂടി തരികയാണെങ്കിൽ സൗകര്യമായിരുന്നു, അവരുടെ കൂടെ വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിന്റെ നമ്പർ കിട്ടി. അപ്പൊ ആ കുട്ടിനെ അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പോയി ആലത്തൂർ അവരുടെ ഷോപ്പിൽ പോയിട്ടോ. പിന്നെ അവിടെ പോയപ്പോൾ 5 ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. കോങ്ങാട് നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള 5 ലേഡീസ് സ്റ്റാഫ് അവിടെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ അതിനെയൊക്കെ പരിചയപ്പെട്ടു, അവരുടെ അടുത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയി. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ 5 പേരും കൂടി തിരിച്ചു വന്നു. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ 5 പേരായിട്ട് പോകാൻ തുടങ്ങി കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് നല്ല കമ്പനിയായി ഫ്രണ്ട്ലി ആയി, പോകാനും വരാനും ഒക്കെ സൗകര്യമായി. 5 പേര് നമ്മളെല്ലാവരും കൂടി പോവുക, എല്ലാവരും കൂടി തിരിച്ചു വരിക, നല്ലൊരു ഇതായി തോന്നി, നല്ലൊരു എൻജോയ്മെന്റ് ആയി തോന്നി. എനിക്ക് എന്താ പറഞ്ഞാൽ കുറെ ഇങ്ങനെ വീട്ടിൽ മിണ്ടാണ്ട് ചടഞ്ഞു കൂടി ഇരുന്നിട്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് പുതിയ ആൾക്കാരായിട്ട് കമ്പനി ആവുക, അതിനൊക്കെ പരിചയപ്പെട്ടതിലൊക്കെ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ഏകദേശം 1.5 മാസത്തോളം അവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ പിന്നെ ഇവിടെ കോങ്ങാടവിന്റെ ബ്രാഞ്ച് ഓപ്പൺ ആവാൻ ഏകദേശം 2-3 ദിവസം ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിനിങ് നിർത്തി. എന്നിട്ട് പിന്നെ ഇവിടെ കോങ്ങാട് ഷോപ്പ് ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി 29-നാണ് കേട്ടോ. അപ്പോ അവിടെ ജോയിൻ ചെയ്തു, ഓപ്പണിംഗിന്റെ അന്ന് പോയിട്ട് ജോയിൻ ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞല്ലോ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കോങ്ങാട്ടില് ഇപ്പോൾ കോങ്ങാട് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ, KPRP സ്കൂൾ എന്നൊക്കെ പറയും. ഞാൻ അവിടെയാണ് KPRP സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്കൂളിന്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. എന്റെ വീട്ടിൽ നിന്ന് ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ, ബൈക്കിലാണ് എന്നെ കൊണ്ടാക്കുക, ബൈക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മതി നമുക്ക് അവിടെ എത്താൻ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ദൂരം. ഷോപ്പ് ഇതാണ്, എസ്മിൻ ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് ഷോപ്പിന്റെ പേര്. ഇതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഞാൻ പറഞ്ഞത് ആലത്തൂരാണ്, പുതിയ സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്. ഇത് സെക്കൻഡ് ബ്രാഞ്ച് ആണ്. ഇത് ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. കൂടുതലും പണിക്കൂലിയൊക്കെ ഏറ്റവും കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. കൂടുതലും ലൈറ്റ് വെയിറ്റ് കളക്ഷന്, അതുപോലെ ഡയമണ്ടിന്റെ കളക്ഷന്, സിൽവറിന്റെ ഒക്കെ എല്ലാ കളക്ഷൻസും ഉണ്ട് ഇവിടെ. അതുപോലെ ഫാൻസി ടൈപ്പ് ഐറ്റംസ് എല്ലാതും ഉണ്ട്. അതുകൂടാതെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന ഡിസൈൻസിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ കോങ്ങാട്ടിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന് തന്നെ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ കോങ്ങാട് ഈ പരിധിയിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കല്യാണ പാർട്ടിക്കാരൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണത് ഒന്നില്ലെങ്കിൽ പാലക്കാട്, അതല്ലെങ്കിൽ ഒറ്റപ്പാലം, മണ്ണാർക്കാട് അവിടേക്കൊക്കെ പോവുക. അപ്പൊ ഈ കോങ്ങാട്ടിൽ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഇത്രയും അടുത്തുള്ള ഒരു ഷോപ്പ്, ഇത്രയും വലിയൊരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകണം. എന്റെ വർക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോ കസ്റ്റമർ കയറി വരുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഉണ്ടാവും. റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടില് കസ്റ്റമറിനെ വെൽക്കം ചെയ്യാനും അവർക്ക് നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും.
പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മൾക്ക് എല്ലാവരും അങ്ങോട്ടും പരസ്പരം നല്ല ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 7 മാസത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും പറഞ്ഞാൽ എനിക്ക് 9:30 to 6:30 വരെയാണ്. കുട്ടികൾ ഏകദേശം ഒരു 8:30 ക്ലാസ് പോകും. അത് കഴിഞ്ഞാൽ റെഡി ആവുക, പിന്നെ 9:30 വരിക. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നത് 4 മണിയാണ്. ഒരു 2-2.5 മണിക്കൂർ എന്നെ കാണാതെ ഇരിക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. പിന്നെ എന്റെ വീട്ടിലും അതുപോലെ വീട്ടിൽ മുത്തശ്ശിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവരും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചു പോകണം. അവർക്കും കുഴപ്പമൊന്നുമില്ല, ഞാൻ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ അങ്ങനെ 7 മാസത്തോളമായിട്ട് കുഴപ്പമില്ലാണ്ട് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ജോലിന്റെ കാര്യങ്ങൾ. കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.